ഇന്നത്തെ വീഡിയോ പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ പോകണം. അതുകൊണ്ട് ആ ഫ്രിഡ്ജ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചേക്കുന്നത് അമ്മ പാത്രം കഴുകുക, അതിൻ്റെ ശബ്ദമാണ്. അപ്പം നമുക്ക് എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകം ഒന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഫ്രിഡ്ജ്. എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകം ഒന്ന് തുറന്ന് നോക്കാം. ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ് എൻ്റെ ഫ്രിഡ്ജ്. കണ്ടോ, ഭയങ്കര ഇതായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നിങ്ങളിപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് കണ്ടു, ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഇപ്പം ഇന്നലത്തെ വീഡിയോ ഞാൻ ഇത് ഇട്ടായിരുന്നു. ഇപ്പോൾ ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച, സോറി ആ സ്റ്റിക്കറില്ല. അപ്പം ഇതിൻ്റെ അളവ് ഞാൻ ഇനിയും ഫ്രിഡ്ജിനകത്തു നിന്ന് ഓരോന്ന് എടുത്തിട്ട് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഗായ്സ്, അവിടെ അച്ഛൻ പാട്ട് വെച്ചതിൻ്റെ ശബ്ദം അത്. അപ്പോൾ അതായത് ഇവിടെ ആണെങ്കിൽ അമ്മ തീയൽ വയ്ക്കുക. ഇന്നലെ അമ്മ കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കുമായിരുന്നു, കൊഞ്ച് തീയലുണ്ടാക്കും. അപ്പം കൊഞ്ച് തീയൽ ഉണ്ടാക്കുന്ന ഡീറ്റെയിലുള്ള വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇട്ടേക്കാം. കൊഞ്ച്. അപ്പം ഞാൻ പോയി കട്ട് ചെയ്യട്ടെ. അമ്മയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് തരുമോ? ഞങ്ങളാണെങ്കിൽ ഇവിടെ ചേമ്പും കൊഞ്ചും കഴിക്കാതാണ്. ഉണ്ട് സൂപ്പർ. ഇന്നത്തെ വീഡിയോ പാർട്ട് 3 ആണ്. ഞാൻ സ്കൂളിൽ നിന്ന് വന്ന വശത്ത് നിൽക്കുക. അപ്പം അന്നേരമാണ് ഞാൻ കാണുന്നത് ഇന്ന് പുതിയൊരു പ്രൊഡക്റ്റ് വന്നത്. ക്ലിഫിൻ്റെ ക്ലീൻ ബൂസ്റ്റ് ആൻറ്റി ബാക്ക് ഷൈൻ മൾട്ടിപർപ്പസ് ഒരു ഇതാണ്, ക്ലീനറാണ്. ഇത് സിങ്കിലെ ഏരിയയിലും ഒക്കെ തുളയ്ക്കാൻ പറ്റും. ഇതാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്, പിന്നെ എവിടേക്കാണ് ഉപയോഗിക്കേണ്ടതെന്നും ഒക്കെ എഴുതിയിട്ടുണ്ടോ നോക്കണം. അതുകൊണ്ട് അപ്പം നമുക്കിതൊന്നും ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ സിങ്ക് കാണിക്കാൻ പോകണേ. ഗ്യാസ് ഇതാണ്, ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അപ്പോൾ ഈ ഫാബ്രിക്കും ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് മൈക്രോ ഫാബ്രിക്കാണ്, സോഫ്റ്റ് ഏരിയയിലൊക്കെ ചെയ്യാൻ പോകും. അപ്പോൾ അമ്മ ഇത് ആണെങ്കിൽ ട്രൈ ചെയ്യാൻ നോക്കി പോവാണ്. വാവ്, നല്ല ഇതുണ്ട് കണ്ടോ, ക്ലീനായി. ഗൈസ്, ഗ്യാസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നല്ല പ്രൊഡക്റ്റാണ്, പിന്നെ ക്ലീൻനെസ് ഒക്കെ. ഞങ്ങൾ അടുത്ത ആമസോൺ പ്രോഡക്റ്റ് എടുക്കാൻ പോവാം. ഇത് എന്തോ ഒരു ഷീറ്റ് പോലത്തെ പൊട്ടിച്ച് നോക്കി, ഇതൊന്ന് ബാക്കി പൊട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പൊട്ടിക്കുവാണ്. പൊട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പൊട്ടിച്ച് അപ്പോൾ ഇത് മാറ്റ് പോലത്തെ എന്തോ ആണ്. എനിക്ക് തോന്നുന്നു ഇത് വാഷേരിയിലിടുന്ന മാറ്റ് ഏതാണ്ട്. ഇതെന്തോ മാറ്റ് പോലത്തെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു പ്രൊഡക്റ്റ്. ബ്യൂട്ടി സോറി ഇങ്ങനെ. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്. ഇത് സിങ്കിൻ്റെ സൈഡിൽ ഇരുന്നു. അപ്പോൾ വെള്ളമാണെങ്കിൽ ഇതിലിങ്ങനെ തൊടാതെ ഇരിക്കും. അപ്പോൾ അമ്മ എടുത്തോണ്ട് പോകും. ഇപ്പോൾ ഗായ്സ്, ഈ ഒരു ഏരിയയിൽ ഇടാനാണ് ഇത് വാങ്ങിച്ചത്. അപ്പം ഇവിടെ ആണെങ്കിൽ വെള്ളമൊന്നും വീഴാതെ പാത്രം ഇതിന് മണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അമ്മ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ ഗായ്സ്, കണ്ടതിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ വാട്ടർ അബ്സോർവ് ആവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതാണെങ്കിൽ തന്നെ അങ്ങ് ക്ലീൻ ആയിരിക്കും. ഇതാണ് സംഭവം. ഇതിൻ്റെ ബാക്കിൽ വെള്ളം വരുന്നില്ല, കണ്ടോ. ഇതിപ്പോൾ അമ്മ തൊട്ടതാ. ഇതാ സൂപ്പർ. ഇതിൽ അബ്സോർവ് ആയിട്ട് പിന്നെ ഇതങ്ങ് തന്നെ അങ്ങ് ഉണങ്ങും. അപ്പോൾ ഗായ്സ്, ഈ 2 പ്രൊഡക്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു. ഇനി അടുത്തത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച് വേറെ പ്രൊഡക്റ്റ്സ് ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാം. ഞാൻ അപ്പോഴത്തേക്ക് ഡ്രസ്സ് മാറിയിട്ടും ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഫ്രഷായി, ഞാൻ റെഡിയായി, ഞാൻ കുളിച്ച്
എൻ്റെ മുടിയെല്ലാം കൂടെ ചുരുണ്ട് കയറിയിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ ലിവിങ് ഏരിയയിലാണ്. അപ്പം ബാക്കി പ്രൊഡക്ട്സ് കാണിക്കണ്ടേ. ഞാൻ ആകെ കാണിച്ചത് ആ മൈക്രോ ഫൈബറിൻ്റെ ടവലും പിന്നെ മറ്റേ എന്തുവായിരുന്നു സ്പ്രേയും ഞാൻ കാണിച്ചുള്ളൂ. അപ്പം ഇന്നലെ ഞാൻ ഒരു വീഡിയോ എടുത്തായിരുന്നു ഇതുപോലെ ഫ്രിഡ്ജെല്ലാം കൂടെ അലങ്കാരമായിട്ട് കിടക്കുന്നത്. അപ്പം അമ്മ ഇപ്പോൾ ഫ്രിഡ്ജ് തൂക്കുവാണ്. അപ്പം ഞാൻ എൻ്റെ ഹൗസ് ടൂർ ഇടുന്നതായിരിക്കും. എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് ടൈം ഇഷ്യൂസ് കാരണമാണ് ഞാൻ ഇടാത്തത്. ഞാൻ ഇടുന്നതായിരിക്കും എന്തായാലും ഈ മന്തിൽ. അപ്പം അമ്മ എന്തുവാ ചെയ്യുന്നത് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ ഗൈസ് അമ്മയാണെങ്കിൽ തുടയ്ക്കുവാണ്. അപ്പം ഈ ഫ്രിഡ്ജെല്ലാം ഓഫ് ചെയ്തിട്ടെല്ലാം ഇതാക്കി വെച്ച് ഇതാണ് ഞാൻ കാണിച്ച ടേബിൾ ഷീറ്റ്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടതേ ഉള്ളൂ കണ്ടോ. ഞാൻ ബാക്കി കട്ട് ചെയ്യണം. അപ്പം വേണ്ട ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കണം. ഇത് ഓരോ പീസൊക്കെ ആയിട്ട് വെച്ച് പിന്നെ ബാക്കിയൊന്നും ചെയ്തില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഷീറ്റ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് വേണ്ട ഈ ഭാഗത്തേക്കുള്ളതാണ് വെച്ചത്. നമുക്കപ്പോൾ എടുക്കാവേ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് എടുക്കുക. ഗൈസ് അത് വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കടുത്തിൽ വെക്കും. ലാസ്റ്റ് വൺ വെക്കുവാണ്. അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ റിസൾട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി നമുക്ക് ഈ ഫ്രീസറിൻ്റെ ഈ ഏരിയയിലും വെക്കാം. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് വെക്കാം. അതിന് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇതിന് വേണ്ടി കട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് വെക്കാം. ഈ താഴത്തത് ഭയങ്കര സ്മോൾ ആയതുകൊണ്ടാണ് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നല്ല രസമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ ഇതിൽ കറിയുടെ എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ ഗ്ലാസ്സിൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെടുത്തിട്ട് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് അങ്ങ് ഇതിൽ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇത് വാങ്ങിച്ചപ്പം ഒരു ഷീറ്റേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇവിടെ വെക്കാനും പിന്നെ സൈഡിൽ വെക്കാനുമേ ഉള്ളൂ. അപ്പം ഇനി ഈ സൈഡിൽ നമുക്ക് വെക്കാം. പിന്നെ ഫ്രീസറിൽ 2 എണ്ണം വീണ്ടും വെക്കാം. തീർന്നു പോകും. രണ്ടും കൂടെ വെക്കുവാണ്. ഇത് ഫ്രീസറിൽ വെക്കാനാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഞങ്ങൾക്ക് ഒരു റോളും കൂടെ വാങ്ങിച്ചിട്ട് ഇവിടെ നോക്കണം. 4 ഇടത്തും കൂടെ ഉള്ളു വെക്കാൻ. പിന്നെ ബാക്കിയെല്ലാം സെറ്റായി. ഒരു റോള് വാങ്ങിച്ചാലും മീൻസ് ഓൾമോസ്റ്റ് ഒരു ഫ്രിഡ്ജ് നിറച്ച് കാണും. ഞങ്ങളുടെ ഫ്രിഡ്ജിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ സ്ഥലമുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോകാം. അല്ല, ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഗൈസ് എൻ്റെ അനിയൻ ആദ്യം എല്ലാം ഫ്രിഡ്ജിനകത്ത് സാധാരണ ഇരിക്കുന്ന സാധനങ്ങൾ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെക്കൊണ്ട് ആദ്യം എല്ലാം വെക്കിപ്പിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആമസോൺ പ്രൊഡക്ട്സ് മീൻസ് ഓർഗനൈസ് ചെയ്യാനുള്ള ആമസോൺ പ്രൊഡക്ട്സ് നമ്മൾ പൊട്ടിക്കാൻ പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്ത് മുമ്പേ അവനാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ മുമ്പേ അച്ഛൻ സൗണ്ട് വെച്ചേക്കുന്നതിൻ്റെ അതാണ് ഞാൻ ഇങ്ങനെ അങ്ങ് നോക്കിയത്. ഇപ്പം അടുത്ത പ്രോഡക്റ്റ് നമ്മൾ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ പോയി. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. വേണ്ട അപ്പോൾ ഇതാണെങ്കിൽ മുളക് ചെറിയ ഉള്ളിയൊക്കെ വെക്കുന്നതാണ്. തുറന്നു നോക്കാം. ഇതാണ് സംഭവം. ഒരു ബോക്സ്, അതിനകത്ത് 6 എണ്ണം. നമുക്കിത് തുറക്കാം.
ഗൈസ്, അപ്പോൾ ഇതാണ് സംഭവം. ക്ലിയർ ടോപ്പ്, ഇത് വേറെ, ഇതാണ് ഓരോ ചെറിയ സാധനങ്ങളാണ്. ഇതിനകത്ത് വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഊറ്റിയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത്. അപ്പോൾ നമുക്കിത് വെക്കാം. അപ്പോൾ ഗൈസ്, ഈ ബോക്സ് ഞാൻ പിന്നെ ഓർഗനൈസ് ചെയ്തതാണ്. എനിക്ക് മുളകൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് വേറെ ഒരെണ്ണം കാണിക്കാണ്. ഇതും ആമസോണിൽ വാങ്ങിച്ചത്. ഇതുപോലത്തെ സ്റ്റോർ ബോക്സ് ആണ്. ഇത് മറ്റേ ചെടിച്ചട്ടി പോലെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ വെക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് ഇതാണ് കണ്ടോ, കുറേ ഉണ്ട്. 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് കാണിക്കാം. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം ഓർഗനൈസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് അടുത്തത്. കവർ അപ്പോൾ ഗൈസ്, ഇതാണ് അടുത്ത നെക്സ്റ്റ് ആമസോൺ പ്രോഡക്റ്റ്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പം നമുക്ക് 3 ഇതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം ഈ ഒരു ബോക്സ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വലിയ ഫിഷസ് ഒക്കെ ഇടാൻ പറ്റും. പിന്നെ അതിൻ്റെ ഈ ഒരു സൂത്രം, അത് ഇതിൻ്റെ അകത്ത് വെക്കുന്നതാണ്. ഫിഷ് ഇതിൻ്റെ അടിവശം മുട്ടത്തിട്ടും. പിന്നെ ഈ ഒരു അളപ്പ്, അതിൻ്റെ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും. കണ്ടോ, അപ്പം ഇങ്ങനെ ഇരിക്കും ഇത്. ഇതാണ് സാധനം. ഞാൻ അടച്ചിട്ടില്ല. അപ്പം ഇതിനകത്ത് ഞാൻ ഫിഷ് ഇട്ടിട്ട് ഞാൻ കാണിക്കുന്നത്. ഫിഷ് ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അപ്പം ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. അപ്പം ഇനി നമുക്കിതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇതാണ് എടുക്കുന്നത്. അപ്പം അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് മുളക് കൊണ്ടുവന്ന് അപ്പോൾ ഇതാണ് ഇത്. ഇത് ഞാൻ ഇതിനകത്ത് ഇട്ട് വെക്കാണ്. അപ്പം ഇതിനകത്ത് നിറഞ്ഞപ്പോൾ ഇതിനകത്തും കൂടി ഇട്ട് വെക്കും. അപ്പോൾ ഗൈസ്, ഇത് 2ആയിട്ട് ഞാൻ വെച്ച്. ഗൈസ്, ഈ വേറെ ടൈപ്പിലെ മുളകുണ്ട്. അത് ഞാൻ ഈ ചെറുതിനകത്ത് ഇടുവാണ്. 2-3 എണ്ണമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ മുളക്. ഈ 3 എണ്ണ, ഈ മുളകുകൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പോൾ ഗൈസ്, അടുത്തത് ബീൻസ് ആണ് ഉള്ളത്. കയറൊന്നും അപ്പോൾ ഗൈസ്, പയറുണ്ട്. നമുക്ക് ഈ വലിയ നീളമുള്ള ബോക്സ് കിട്ടും. ഗൈസ്, ഞാൻ കുറച്ചായിട്ടാണ് വെക്കുന്നത്. ഇതിനകത്ത് ഇത്രേ ഇരിക്കത്തുള്ളൂ. ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. 2 എണ്ണം കൂടി ഇതിനകത്ത് വെച്ചിട്ട് നമുക്കിതാണ് അടച്ച് വെക്കാം. അപ്പോൾ ഗൈസ്, ഈ നീളമുള്ള ബോക്സിനകത്താണ് നമ്മൾ പയർ വെക്കുന്നത്. ആദ്യം നമുക്ക് ഇത് വെക്കാം. ഇതിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അടിയിൽ പോയി നിന്നോളും. ഇനി നമുക്ക് കുറച്ച് പയറെടുക്കാം. എന്ന് വെച്ചാൽ എല്ലാം കൂടി ഇതിനകത്ത് ഇരിക്കത്തില്ല. ഞാൻ 2 എണ്ണത്തിനകത്ത് ഇത് വെച്ച് വെച്ചാൽ എല്ലാം കൂടെ ഇരിക്കത്തില്ല. നമുക്ക് ഒറ്റ ഒരെണ്ണത്തിനകത്തൂടെ വെക്കാം. അതിനകത്ത് ഇതെല്ലാം ഇരിക്കും. ഫോണിൻ്റെ കുറച്ച് ലൈറ്റൊക്കെ അപ്പോൾ ഞാൻ 3 ബോക്സിനായിട്ട് പയർ വെച്ചിട്ടാണ് നമുക്ക് ഈ ഫ്രിഡ്ജിലോട്ട് വെക്കാം. പയർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ തേങ്ങയും വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഗൈസ് ഫ്രിഡ്ജെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്ടിട്ട് ആമസോണിൽ നിന്ന് വെച്ചിട്ടെല്ലാം മിക്ക സാധനങ്ങളും ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.